പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഗുരു ഗോവിന്ദ റായ് അഥവാ ഗുരു ഗോവിന്ദ് സിംഗ്. സിഖ് മതത്തിന്റെ ഗുരുപരമ്പര ശ്രീ ഗുരു നാനക് ദേവിൽ നിന്നും തുടങ്ങുന്നു. അംഗദ് ദേവ് രണ്ടാമത്തെ ഗുരുവായി, ഗുരു അമർദാസ്, ഗുരു രാമദാസ്, ഗുരു അർജുൻ ദേവ്, ഗുരു ഹർഗോവിന്ദ്, ഗുരു ഹർകിഷൻ, ഗുരു തേജ് ബഹാദൂർ എന്നിങ്ങനെ മൊത്തം 9 ഗുരുക്കന്മാർക്ക് ശേഷം ഗുരുവായത് ശ്രീ ഗുരു ഗോവിന്ദ റായ് ആണ്. മറ്റ് ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഗുരു ഗോവിന്ദ റായിയുടെ പൂർണ്ണ ചരിത്രം നമുക്ക് ലഭ്യമാണ്. ശ്രീ ഗുരു തേജ് ബഹാദൂർ മുഗള സേനാപതിയായിരുന്ന രാം സിംഹന്റെ ആധ്യാത്മിക ഗുരുവായിരുന്നു. സൈന്യ വിഭാഗത്തിന്റെ കൂടെ അദ്ദേഹവും ബീഹാർ, ബംഗാൾ വഴി അസമിലേക്ക് പോയി. ബീഹാറിലെ പാറ്റ്നയിലെത്തിയപ്പോൾ മാതാ ഗുരുജിക്ക് 10 മാസം ഗർഭം തികഞ്ഞിരുന്നു. അതിനാൽ അവർ അവിടെ തങ്ങി. ഏതാനും ദിനങ്ങൾക്കുള്ളിൽ സുഖപ്രസവം നടന്നു. കുഞ്ഞിന് ഗോവിന്ദ റായ് എന്ന പേരിട്ടു. കുട്ടിക്കാലം മുതലേ ശാസ്ത്രാഭ്യസത്തിലും കുതിരസവാരിയിലും ഗോവിന്ദ റായ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. 6-ാം വയസ്സിലാണ് അച്ഛനായ ഗുരു തേജ് ബഹാദൂർ തിരിച്ചെത്തിയത്. അതോടെ കുടുംബം പഞ്ചാബിലെ കേശ്ഗഡിലേക്ക് മടങ്ങി. അവിടെ വെച്ച് ഗോവിന്ദ റായ് പേർഷ്യൻ ഭാഷ പഠിച്ചു. 1666 പൗഷ ശുക്ല സപ്തമിക്കു ജനിച്ച ഗോവിന്ദ റായ്ക്ക് വെറും 9 വയസ്സുള്ളപ്പോൾ 1675 ആ കുടുംബത്തിന്റെ ജീവിതം കീഴ്മേൽ മറഞ്ഞു. കാശ്മീർ പണ്ഡിറ്റുകളെ നിർബന്ധിച്ചു മതം മാറ്റുവാനുള്ള ഔറംഗസീബിന്റെ ക്രൂര ശ്രമങ്ങളെപ്പറ്റി പരാതി പറയാൻ അവരുടെ ഒരു പ്രതിനിധി സംഘം കേശ്ഗഡിലെത്തി. ഏതെങ്കിലും ഒരു മഹാപുരുഷൻ ബലിദാനമാണിന്ന് സമൂഹത്തിന് വേണ്ടതെന്ന് ഗുരു തേജ് ബഹാദൂർ പറഞ്ഞത് ഗോവിന്ദ റായ് കേട്ടു. ഉടനെ കുട്ടി പ്രതികരിച്ചത്, അങ്ങയേക്കാൾ മഹാൻ ഇന്ന് ആരാണുള്ളത് എന്നായിരുന്നു. ഇത് കേട്ട ഗുരു തേജ് ബഹാദൂർജി പണ്ഡിത സംഘത്തോട് പറഞ്ഞു, ഔറംഗസീബിന് സന്ദേശം അയക്കുക. ഗുരു തേജ് ബഹാദൂർ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഞങ്ങളും മതം മാറാമെന്ന്. ഗുരു തേജ് ബഹാദൂറിനെയും ഭായി മതിദാസ്, ഭായി ദയാൽദാസ് എന്നിവരെ ഔറംഗസീബിന്റെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി. ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് അതിമൃഗീയമായി പീഡിപ്പിച്ചു. അവർ മതം മാറാൻ തയ്യാറായില്ല. അവരുടെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചുകളിലും കൊടിയ പീഡനങ്ങൾ ഉണ്ടായി. അവർ മതം മാറാൻ തയ്യാറായില്ല. അവസാനം ഗുരു തേജ് ബഹാദൂറിന്റെ തല വെട്ടിയിട്ട് 4 കവലയിൽ തൂക്കിയിട്ടു. വിവരമറിയിക്കാൻ ഡൽഹിയിൽ നിന്ന് വലിയൊരു സംഘം ഗോവിന്ദ റായിയുടെ അടുത്തെത്തി. ഗോവിന്ദ റായ് ചോദിച്ചു, എത്ര പേർ ഇതെല്ലാം കണ്ടുനിന്നു? 10,000 പേരെങ്കിലും കണ്ടിരിക്കുമെന്ന് അവർ പറഞ്ഞു. ആരും എതിർത്തില്ലേ എന്നായി ഗോവിന്ദ റായ്. സമൂഹത്തിന്റെ ഭീരുത്വം മാറ്റിയെടുക്കണമെന്ന് അദ്ദേഹം അപ്പോൾ തന്നെ മനസ്സിൽ കരുതി. കിളിയെ കൊണ്ട് പരുന്തിനെയും ഒരാളെ കൊണ്ട് 1.25 ലക്ഷം പേരെയും തോൽപ്പിക്കുമ്പോഴാണ് ഞാൻ ഗുരു ഗോവിന്ദനാവുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പം. അച്ഛന്റെ ഉടലും ശിരസും കൊണ്ടുവരുവാനും ഭായിമതിദാസിന്റെയും ബാദി ദയാൽദാസിന്റെയും ശരീരം സംസ്കരിക്കുവാനും അദ്ദേഹം വിശേഷ സംഘത്തെ നിയോഗിച്ചു. പിതാവിന്റെ ദേഹസംസ്കാരം നടത്തിയ ശേഷം അദ്ദേഹം സ്വന്തം പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ തുടങ്ങി. ആദ്യമായി ആനന്ദപൂർ സാഹബ് എന്ന കോട്ട പണിതു. നിരവധി ഹിന്ദു രാജാക്കന്മാരുമായി സഖ്യം ചെയ്തു. നാനാജാതി മതസ്ഥരെ ചേർത്ത് സൈന്യമുണ്ടാക്കി. മുഗള സൈനികരുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്തു. മുഗള ബാദ്ഷാ ഔറംഗസേബ് ആ സമയത്ത് മറാഠികളുമായിട്ട് നിരന്തരം സംഘർഷത്തിലായിരുന്നു. അതിനാൽ തൻ്റെ മകൻ മൂവജത്തെ സേനയുമായി പഞ്ചാബിലേക്ക് അയച്ചു. അയാൾ ലാഹോർ സുബേദാറും 1689 യുദ്ധത്തിൽ തോറ്റു പിൻവാങ്ങുകയും ചെയ്തു. 1695 ഗോവിന്ദ റായ് ഗുരുപദത്തിൽ സ്ഥാനാരോഹിതനായി തീർന്നു. ഹിന്ദു സമൂഹത്തിൽ ക്ഷാത്രശക്തി നിറക്കണമെന്ന ഉദ്ദേശത്തോടെ 1699 അനന്തപുരിയിൽ ഒരു മഹാസമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തു.
അതിൻ്റെ മുന്നോടിയായി 1.25 വർഷം നീണ്ടുനിന്ന ഒരു ചണ്ഡികായജ്ഞം അദ്ദേഹം നടത്തി. സമ്മേളനത്തിലും യജ്ഞത്തിലും ഭാരതത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ പങ്കെടുത്തു. ഒടുവിൽ വേദിയിൽ വാളുമായെത്തി ഗുരു ചോദിച്ചു, ഞാൻ ആരാണ് ഗുരു എന്ന് ജനങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ശിഷ്യർ എന്നായിരുന്നു ഉത്തരം. ഗുരുവിന് വേണ്ടി, ധർമ്മത്തിനു വേണ്ടി ജീവൻ തരാൻ ആരുണ്ട് തയ്യാർ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ എവിടെയും നിശബ്ദത. ഞാനുണ്ട് എന്ന് പറഞ്ഞ് ലാഹോറിലെ ക്ഷത്രിയനായ ദയാറാം ചന്ദ് മുന്നോട്ട് വന്നു. ഗുരു അയാളെ കൂട്ടി തിരശീലയ്ക്ക് പിന്നിലേക്ക് പോയി. രക്തം പുരണ്ട വാളുമായി വീണ്ടും വേദിയിലെത്തി. ഇനിയാരുണ്ടെന്ന് ചോദിച്ചു. ഗുരുവിന് ഇതെന്തു പറ്റി എന്ന് ജനങ്ങൾ അത്ഭുതവും ഭയവും കലർന്ന് ചിന്തിക്കുമ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിലെ ധർമാജാട്ട് മുന്നോട്ട് വന്നു. പിന്നെയും 3 പ്രാവശ്യം ഇതേ ക്രമം ആവർത്തിച്ചു. ജഗന്നാഥപുരിയിലെ ഹിമ്മാറായ് എന്ന പാചകക്കാരൻ, സാബിബ് ചന്ദ് എന്ന ബിദയിലെ ക്ഷുരകൻ, മോഹം ചന്ദ് എന്ന ദ്വാരകയിലെ അലക്കുകാരൻ എന്നിവർ ഒന്നൊന്നായി മുന്നോട്ട് വന്നു. പിന്നീട് ആരും വരാതായപ്പോൾ ഗുരു ഗോവിന്ദ് റായ് ആ 5 പേരെയും തിരശ്ശയിലേക്ക് പിന്നിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. ഇവർ 5 പ്യാരെയാണ്, 5 പ്രിയപ്പെട്ടവർ. ഇവരെ ഞാൻ ശരിയായ സിഖ് ശിഷ്യർ ആയി കണക്കാക്കുന്നു. ഇവർ ഇനി മുതൽ ഖാൽസ ശുദ്ധരായവർ ആണ് എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അതിനുശേഷം രക്തം പുരണ്ട ആ വാൾ ഒരു പാത്രത്തിലെ ജലത്തിൽ കഴുകി. ആ വെള്ളം അമൃത് ആണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് നൽകി 5 പേർക്കും ഖാൽസ ധർമ്മത്തിന്റെ ദീക്ഷ നൽകി. അവരിൽ നിന്ന് സ്വയം ഗുരുവും ദീക്ഷ വാങ്ങി. ഖാൽസ ആയി അമൃതധാരിയാകുവാൻ അദ്ദേഹം ചില നിയമങ്ങൾ നിശ്ചയിച്ചു. ഒന്നാമതായി ലഹരി ഉപേക്ഷിക്കുക. രണ്ടാമതായി വാൾ, മുടി വളർത്തൽ, കട്ടിയുള്ള ഇരുമ്പ് വള, ചേർപ്പ്, മുടിയൊതുക്കി വെക്കാൻ, അംഗവസ്ത്രം എന്നീ ലക്ഷണങ്ങൾ തീരുമാനിച്ചു. കേശ്, കങ്കൺ, കട, ഗഡ്ഗ്, കച്ച എന്നീ പേരുകളാൽ അവ പഞ്ചക കാരണങ്ങൾ എന്നറിയപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ദീക്ഷ നേടി അന്നു തന്നെ ധർമ്മയോദ്ധാക്കളായി മാറി. അവരെ ചേർത്ത് സൈനിക വ്യൂഹമുണ്ടാക്കി. എല്ലാവരും ജാതിപ്പേരും മാറ്റി സിഖ് എന്ന വിശേഷണമുണ്ടായി. സിംഹ് എന്നതാണ് പിന്നീട് സിഖ് എന്നായി മാറുന്നത്. ഈ സംഭവങ്ങളെ മുഗളർ മാത്രമല്ല ഭയത്തോടെ കണ്ടത്. ഗുരുവിന്റെ ശ്രമങ്ങളെ മനസ്സിലാക്കാതെ ഇത് ഹിന്ദു മതവിരുദ്ധ നീക്കമായി കണ്ട മലപ്രദേശത്തെ രാജാക്കന്മാരും ഇതിനെ എതിർത്തു. ഒറ്റയ്ക്ക് 2 പേരെയും ചെറുക്കേണ്ടി വന്ന പുതിയ സിഖ് സൈന്യത്തിന് അധികകാലം പിടിച്ചു നിൽക്കുവാനായില്ല. 1709 ഗുരു പരാജയപ്പെട്ട് സന്ധി ചെയ്ത് ആനന്ദപൂർ സാഹബ് വിട്ടു. തൻ്റെ പത്നിമാരെ ഡൽഹിയിലേക്ക് അയച്ചു. മാതാവ് ഗുജരിയും ഫത്തേ സിംഗ്, ജോരാവർ സിംഗ് എന്നീ 2 ഇളയ മക്കളും സർഹിന്ദ് സുബേദാറിന്റെ തടവറയിലായി. മൂത്ത 2 മക്കളായിരുന്ന അജിത് സിംഗും ജൂജാർ സിംഹനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇളയ 2 മക്കളും ഇസ്ലാം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് ചുമരിനുള്ളിൽ ജീവനോടെ നിർത്തി അവർ കുഴിച്ചിടപ്പെട്ടു. അവരുടെ ദാരുണമായ മനം തിന്ന് അമ്മയായ ഗുജരി മരണപ്പെട്ടു. തികച്ചും ഒറ്റയ്ക്കായ ഗുരുവിന്റെ കൂടെയുണ്ടായിരുന്ന 40 ശിഷ്യന്മാരും വിട്ടുപോകുവാൻ അനുമതി ചോദിച്ചു. താനുമായി ബന്ധമില്ലെന്ന് എഴുതി കൊടുത്തു. 40 ശിഷ്യന്മാർ ഗുരു ഗോവിന്ദ സിംഹനെ വിട്ടുപോയി. പരാജിതനും ഏകനുമായ ആ സിംഹം മാച്ചിവാഡ എന്ന സ്ഥലത്തെത്തി. അവിടുത്തെ നാടുവാഴികളും വ്യാപാരികളുമായ ഹിന്ദുക്കൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്ന മുഗൾ സൈന്യത്തിൽ നിന്നും രക്ഷിക്കുകയും വീണ്ടും സൈന്യമുണ്ടാക്കി അദ്ദേഹത്തിനൊപ്പം ചേർന്ന് സച്ചേ ബാദ്ഷാ, ശരിക്കുമുള്ള ബാദ്ഷാ എന്ന് അഭിഷേകം ചെയ്യുകയും ചെയ്തു. തൻ്റെ മക്കളുടെയും ശിഷ്യരുടെയും മരണത്തിനു പകരം വീട്ടാൻ നീങ്ങിയ ഗുരുവിന്റെ സൈന്യം മുക്തസറിൽ പരാജയപ്പെടുമെന്ന ഘട്ടം വന്നു. നേരത്തെ വിട്ടുപോയിരുന്ന 40 സിഖുകാർ വീടുകളിലെത്തിയപ്പോൾ വീട്ടുകാർ അവരെ തള്ളിപ്പറഞ്ഞു. അവർ മനസ്സുമാറി സൈന്യവ്യൂഹവുമായി മുക്തസറിൽ ഗുരുവിനെ സഹായിക്കാനെത്തി. വസീർ ഖാന്റെ മുഗൾ സൈന്യം പരാജയപ്പെട്ട് ഓടിപ്പോയി. 40 പേരും മുറിവേറ്റ് വീണിരുന്നു. അവരുടെ അടുത്തെത്തിയ ഗുരുവിനോട് അന്നെഴുതിയ കത്ത് കീറിക്കളയുവാൻ അവർ അഭ്യർത്ഥിച്ചു. കത്ത് കൺമുന്നിൽ വെച്ച് കീറിയപ്പോൾ അവരെല്ലാം മനഃശാന്തിയോടെ മരിച്ചു. അവർ
മുക്തരായ സ്ഥലത്തിന്റെ പേരാണ് മുക്തസർ. തൽവണ്ടി സാബോ എന്ന സ്ഥലത്തെ ദംദമാസാബ് എന്ന ഗുരുദ്വാരയിൽ ഗുരുജി 2 വർഷം താമസിച്ചു. അവിടെ വെച്ചാണ് 40 ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും 7 സിഖ് ഗുരുക്കന്മാരുടെയും പദങ്ങൾ സംഗ്രഹിച്ച് നിരാകാര വൈഷ്ണവ ഭക്തിപ്രധാനമായ ഗ്രന്ഥ സാഹിബ് നിർമ്മിച്ചത്. ഇന്ന് സിഖ് മതത്തിൽ ഈ ഗ്രന്ഥം ഗുരുവും പുണ്യഗ്രന്ഥവുമായി കണക്കാക്കപ്പെടുന്നു. ഇതുകൂടാതെ വിചിത്ര നാടകം, ചൗബി സബദാർ, അകാൽസുദി, ചണ്ഡി ചരിത്രം എന്നീ കൃതികളും അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ പ്രാർത്ഥനയാണ് ദേഹി ശിവ പരമോഹ് ഇഹേ ശുഭകരൻ മൻതു കബുഹു നടരു എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ദേവി ശിവേ, ഈ വരം തരണേ എനിക്ക്, ശുഭകർമ്മത്തെ ഞാൻ ഒഴിവാക്കരുത്, പോയി യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനോട് അല്പം പോലും പേടിക്കരുത്, മനസ്സുറപ്പിച്ചെൻ്റെ വിജയം ഉറപ്പാക്കണം. എൻ്റെ മനസ്സിനെ പഠിപ്പിക്കുന്നത് ഒരാഗ്രഹം എനിക്കുള്ളത് പറയട്ടെ, യുദ്ധക്ഷേത്രത്തിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ തീവ്രമായി യുദ്ധം ചെയ്തു ഞാൻ മരിക്കട്ടെ. 1707 മാർച്ചിൽ മറാഠകളോട് യുദ്ധം ചെയ്യുവാൻ പോയ ഔറംഗസീബ് മരിച്ചു എന്ന വാർത്ത കേട്ട ഗുരു അദ്ദേഹത്തിന്റെ മകൻ ബഹദൂർ ഷായെ ബാദ്ഷാകുവാൻ സഹായിച്ചു. ഒരൊറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളെ ഉപദ്രവിക്കില്ലെന്ന് ബാദ്ഷായോട് ഉറപ്പ് വാങ്ങി. അതിനുശേഷം ഗുരു ഉജ്ജയിനിയിലേക്ക് പോയി. അവിടെ അടുത്ത് തപസ് ചേരുന്ന ലക്ഷ്മൺ ദേവ് എന്ന വൈരാഗിയുടെ ആശ്രമത്തിലെത്തി. ജമ്മുക്കാരനായിരുന്ന അദ്ദേഹം മഹാവീർ നിന്ന് പേരെടുത്ത ആളായിരുന്നു. അന്ന് പേര് മാധോദാസ് എന്നായിരുന്നു. മാധോദാസിന്റെ ആശ്രമത്തിലെത്തിയ ഗുരു ഒരു മാനിനെ വെട്ടി. ക്രോധം സഹിക്കാതെ പാഞ്ഞെടുത്ത മാധോദാസ് അക്രമിയെ പിടികൂടി വെട്ടാനൊരുങ്ങി. തന്നെ പരിചയപ്പെടുത്തി ഗുരു വൈരാഗിയോട് ചോദിച്ചു, ഒരു മാനിനെ വെട്ടിയപ്പോൾ അങ്ങേക്ക് ഇത്ര ക്രോധം വരുന്നു? ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മുസ്ലിം ഭരണാധികാരികൾ കൂട്ടക്കുരി നടത്തുന്ന അങ്ങയുടെ മനസ്സിൽ തട്ടുന്നില്ലേ? ഇത് കേട്ട് വൈരാഗിയുടെ ക്ഷാത്രവീര്യം ഉണർന്നു. ബന്ധാ വൈരാഗിയായി തീർന്നു. അദ്ദേഹം തൻ്റെ സൈനിക കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ പഞ്ചാബിലേക്ക് പോയി. പിന്നെ ഗുരു ഗോവിന്ദ സിംഹം നീങ്ങിയത് നാഗപ്പൂരിനടുത്തുള്ള നന്ദേഡിയിലേക്കാണ്. അദ്ദേഹത്തെ പിന്തുടർന്നു അദ്ദേഹം തന്നെ നേരത്തെ ജീവദാനം നൽകിയിരുന്ന 2 പഠാൻകാർ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയവർ അദ്ദേഹത്തെ രാത്രി മാരകമായി മുറിവേൽപ്പിച്ചു. സൂത്രത്തിൽ ഒന്നിച്ചുകൂടി അദ്ദേഹത്തെ കൊല്ലുവാനായിരുന്നു പദ്ധതി. 2 പേരെയും അദ്ദേഹം വീഴ്ത്തി. രാജാവയച്ച ഒരു ഇംഗ്ലീഷ് ഡോക്ടറെത്തി ഗുരുവിൻ്റെ മുറിവുകൾ തുന്നിക്കെട്ടി. എന്നാൽ ഒരു വില്ലു കുലയ്ക്കുന്നതിനിടയിൽ മുറിവിൽ തട്ടുകയും മുറിവ് തുറന്ന് രക്തം നിർത്താതെ പുറത്തേക്ക് പോവുകയും രക്തം വാർന്ന് ഗുരു മരിക്കുകയും ചെയ്തു. തൻ്റെ 42-ാമത്തെ വയസ്സിൽ 1708 ഒക്ടോബർ 10 ഗുരു ഗോവിന്ദ സിംഹൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാർ, പ്രത്യേകിച്ച് ഔറംഗസീബ് ഭരിക്കുമ്പോൾ വ്യാപകമായി ഹിന്ദുക്കൾ മതപരിവർത്തനത്തിന് വിധേയമായി. ഹിന്ദുവായി ജീവിക്കുവാൻ ജസിയ എന്ന നികുതി ഏർപ്പെടുത്തി. ആ സമയത്ത് ഔറംഗസീബിനോട് പടപൊരുതുവാൻ ഒരു ഭാഗത്ത് വീരശിവാജിയും മറുഭാഗത്ത് ഗുരു ഗോവിന്ദ സിംഹനും ഉണ്ടായിരുന്നു. ആ ഗുരു ഗോവിന്ദ സിംഹന്റെ 2 മക്കളെയാണ് കല്ലറയിൽ ജീവനോടെ കല്ലറ കെട്ടിക്കെട്ടി അതിനുള്ളിൽ ശ്വാസം മുട്ടിച്ചു കൊന്നത് എന്ന് മനസ്സിലാക്കുക. പവിത്രമായ ഈ സംസ്കാരത്തെ നിലനിർത്തുവാൻ വേണ്ടി ഗുരു ഗോവിന്ദ സിംഹന് അനുഷ്ഠിച്ച സേവനങ്ങൾക്ക്, ധീരോദാത്തമായ കർമ്മത്തിന് ഏകാത്മതാ സ്തോത്രത്തിലൂടെ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.